മഹാനായ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രമുഖനായിരുന്നു മഹാനവറുകൾ. മുജാഹദയുടെ ഭാഗമായി പല നാട്ടിലൂടെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്ത് വസ്ത്രം അലക്കാനും കുളിക്കാനും വേണ്ടി വന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള അന്വേഷണ യാത്രക്കിടെ കുളിക്കാൻ ഇറങ്ങുമ്പം മഹാന് അള്ളാഹു തആല ഒരു വഴി കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നത്. തൻ്റെ മുന്നിലേക്ക് ഒരു വലിയ തേള് ഓടി വരുന്നു. ഈജിപ്തിലെ ആഫ്രിക്കയിലെ തേളുകൾ കുത്തിയാൽ വെള്ളം ചോദിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ മരിച്ചു പോകുന്നവർ, അത്ര വിഷജന്തുക്കൾ. ഈ വലിയ തേള് തങ്ങളെക്കുള്ള ഓടി വന്നപ്പോൾ അല്ലാഹുവിൽ അഭയം എന്ന് പറഞ്ഞ് മഹാനവർ ഇങ്ങോട്ട് മാറി. പക്ഷേ തേള് വന്നത് മഹാനെ ആക്രമിക്കാനായിരുന്നില്ല, മഹാന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ എന്നോണമാണ് മുന്നിലേക്ക് വന്നത്. മഹാനൊന്ന് മാറി നിന്നപ്പോ പിന്നെ നേരെ പുഴയിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് മറ്റൊരത്ഭുതം കാണുന്നത്. വലിയ ഒരു പോക്കൻ തവള ഒരു ചെങ്ങാടം കണക്കെ വെള്ളത്തിൽ ഇങ്ങനെ പതിഞ്ഞു നിന്നു കൊടുക്കുന്നു. ഈ തേള് നേരെ ചെന്ന് തവളയുടെ പുറത്ത് കയറുന്നു. ഇതിപ്പോ എന്താ കഥ? തവളയും തേളും ഇങ്ങനെ ചങ്ങാതിമാരാണ്, ഇതെന്ത് സൗഹൃദാണ്? അത്ഭുതപ്പെട്ടു. ഒട്ടും താമസിയാതെ ആ വലിയ തവളയതാ മറുകരയിലേക്ക് നീന്തുകയാണ്. ദുന്നൂനിൽ മിസ്രി തങ്ങൾക്ക് മനസ്സിലായി ഇതൊരു സാധാരണ സംഭവമല്ല, ഇതിൻ്റെ രഹസ്യം തേടി പുറപ്പെടണം. മഹാനവറുകളും നദിയിലേക്ക് ചാടി അതിൻ്റെ പിന്നാലെ നീന്തി. അതിശീഘ്രം തവള തേളിനെയും കൊണ്ട് മറുകരയിലെത്തുന്നു. തേളത ഉടനെ തന്നെ എന്തോ ഒരു ദൗത്യത്തിന് പോകുന്നത് പോലെ കരക്ക് കയറി വീണ്ടും ഓടുകയാണ്. ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു തങ്ങളും അതിൻ്റെ പിന്നാലെ ഓടുന്നു. കുറെ അങ്ങ് ചെന്നപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലതാ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നുണ്ട്. ആ മനുഷ്യൻ മദ്യപിച്ച് മതോന്മത്തനായി മയങ്ങിക്കിടക്കുകയാണ്. അയാളുടെ തൊട്ടടുത്തതാ ഒരു കരിമൂർക്കനിങ്ങനെ അതിൻ്റെ പത്തി വിടർത്തി അയാളെ കൊത്താൻ ഓങ്ങി നിൽക്കുകയാണ്. ഈ തേള് ഓടിച്ചെന്നുകൊണ്ട് ആ മൂർഖൻ പാമ്പിൻ്റെ മണ്ടയിൽ ആഞ്ഞൊരു കുത്തു കൊടുക്കുന്നു. പാമ്പ് അവിടെ നിന്ന് പെടഞ്ഞ് ചത്തുപോകുന്നു. ദൗത്യം നിർവഹിച്ചതെന്നോണം തേള് വീണ്ടും ഓടുന്നു. നൈൽ നദിയുടെ തീരത്ത് ചെന്നപ്പോൾ നേരത്തെ കരകടത്തിയ അതേ തവള കാത്തു നിൽക്കുന്നു. അതിൻ്റെ പുറത്ത് കയറുന്നു. തേളതാ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് മറുകരയിലേക്ക് യാത്ര പോകുന്നു. ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു മടങ്ങിച്ചെന്നു ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത്. അവനെ തട്ടി വിളിച്ചിട്ട് ഈ കഥ പറഞ്ഞു കൊടുത്തു. അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു അവനാണല്ലോ നമ്മുടെ ഹാഫിർ, അവനല്ലേ നമുക്ക് എല്ലാ കാവലും തരുന്നത്. ഒരു പാമ്പും കീരിയും പരസ്പരം ഏറ്റുമുട്ടണത് കണ്ടാൽ നമ്മളിപ്പോൾ എന്താ കരുതുക? അത് ഓലെന്തോ വൈരാഗ്യമുള്ളവരാ, പണ്ടേ ശത്രുക്കളാണ്, പാമ്പും കീരിയും പോലെ നമ്മൾ പറയലേ. പക്ഷെ അതിൻ്റെ പിന്നിലെ രഹസ്യങ്ങളും അതിൻ്റെ ചുരുളുകളും അഴിച്ചെടുക്കാൻ സാധാരണക്കാരായ നമുക്ക് കഴിയാറില്ല. നമ്മളതൊരു യാദൃശ്ചികത മാത്രാക്കാണ്. ഇവിടെ ഈ സംഭവത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ദുന്നൂനിൽ മിസ്രി എന്നൊരു മഹാൻ കണ്ടിരുന്നില്ല എങ്കിൽ എന്തേ ഉണ്ടാവുള്ളൂ? അത് യാദൃശികമായി പാമ്പും തേള് ഏറ്റുമുട്ടി, പാമ്പ് ചെത്തു എന്ന് നമ്മൾ പറയും. പടച്ചവൻ അങ്ങനെയാണ്. ഏത് വിഷയത്തിലും അള്ളാഹുവിൻ്റെ സബബുകൾ അള്ളാഹു കാണിച്ചു കൊടുക്കും. പക്ഷെ അവിടെ മുസബ്ബിബുൽ അസ്ബാബായ അള്ളാഹുവിനെ അറിയാനും കണ്ടെത്താനുമുള്ള അവസരം എല്ലാവർക്കും അല്ല കൊടുത്തുകൊള്ളണമെന്നില്ല. അതേ സമയത്ത് വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, പടച്ച റബ്ബിനെ അറിയാൻ ആശിച്ചുകൊണ്ട് ആര് കഠിനാധ്വാനത്തിനിറങ്ങിയോ വ്യത്യസ്തമായ വഴികളിലൂടെ നമ്മളിലേക്ക് അവന് നമ്മൾ മാർഗം കാണിച്ചു കൊടുക്കുമെന്ന് ഖുർആൻ പറഞ്ഞതിൻ്റെ ഒരു രീതിയാണിത്. അങ്ങനെയാണ് മഹാന്മാർ. ആ ദുന്നൂനിൽ മിസ്രി തങ്ങളുടെ ഈമാൻ വർദ്ധിക്കാൻ വേറെ സംഭവങ്ങൾ വേണ്ടല്ലോ. ഇനി നോക്കൂ നിങ്ങൾ, എല്ലാ മഹാന്മാരുടെയും ജീവചരിത്രത്തിൽ ഔലിയാക്കന്മാർക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകും. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഔലിയാക്കളുടെ ഖുതുബായിരുന്നുവല്ലോ മഹാനവർഗം.
മഹാനവറുകൾ ചെറുപ്പം മുതൽക്ക് തന്നെ അവിടുത്തെ മാതാപിതാക്കളുടെ പരിശുദ്ധി കാരണം കൂടിയാവാം വലിയ കറാമത്തും വിശുദ്ധിയുമുള്ള ആളായിരുന്നു. കുട്ടിക്കാലത്ത് പോലും സാധാരണ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന കളിയോ തമാശയോ ഒന്നുമില്ലാതെ വളരെ ഗൗരവതരമായ പക്വത പ്രകടിപ്പിച്ച ഒരു കുട്ടിയായിരുന്നു. നാട്ടിലെ പള്ളി ദർസിൽ പഠിക്കുന്ന കാലത്ത് അന്ന് തന്നെ വലിയ പക്വതയും വിലായത്തിന്റെ പദവിയിലും ഒക്കെ എത്തിച്ചിട്ടുണ്ട്. വീട്ടില് വളർത്തുന്ന ഒരു കാളയെ മഹാനവറുകളെ തീറ്റാൻ കൊണ്ടുപോകണം. അല്ലാഹു തആല ഓരോരുത്തർക്ക് വഴി കാണിച്ചു കൊടുക്കൽ അങ്ങനെയാണ്. അതിനെ തീറ്റാൻ കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് ആ കാള ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ കൊള്ള തിരിഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. യാ അബ്ദുൽ ഖാദിർ അഖുലിഖ്ത ലിഹാദാ, അബ്ദുൽ ഖാദിറെ, നിന്നെ സൃഷ്ടിക്കപ്പെട്ടത് എന്നെപ്പോലുള്ള ഒരു കാളയുടെ പിന്നാലെ നടക്കാനാണോ? ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ജീവിതത്തിന്റെ വഴിത്തിരിവായത് ഈ കാളയുടെ ചോദ്യമാണ്. ഏറും അറഫ നാൾ പശുവേ പായിച്ചാര്, ഇതിനോ പടച്ചെന്ന് പശുവ് പറഞ്ഞോവർ. ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുഹിയുദ്ദീൻ മാലയിൽ ഈ ചരിത്രത്തെയാണ് ഈ ചെറിയ വരിയിലൂടെ കോറിയിട്ടത്. ഓർത്തു നോക്കൂ നിങ്ങൾ, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് തമാശയാണ്. അങ്ങനെ ഒരു പശു സംസാരിക്കുമോ, കാള സംസാരിക്കുമോ, അതും ഒരു മനുഷ്യന്റെ ഭാഷയിൽ, എന്നിട്ടത് മനുഷ്യൻ കേൾക്കുമോ? ഈ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആർക്കു മാത്രമാണ്? അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവർക്കോ പടച്ചവന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച് ബോധമില്ലാത്തവർക്കോ മാത്രം ഉണ്ടാകുന്നതാണ്. അല്ലാതെ ഖുർആനിൽ വിശ്വസിക്കുന്നവർക്കോ പ്രവാചകനിൽ വിശ്വസിക്കുന്നവർക്കോ ഈമാനുള്ളവർക്കോ അള്ളാനെ മനസ്സിലാക്കിയവർക്ക് ഇതൊന്നും ഒരു അത്ഭുതമേ അല്ല. പശുവിന് ഏറ്റവും ചുരുങ്ങിയത് 1 കിലോഗ്രാമോളം വലിപ്പമുള്ള ഒരു നാവെങ്കിലും ഉണ്ടല്ലോ, അല്ലേ? ഉറുമ്പിന്റെ നാവ് കണ്ടവരാരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഉറുമ്പിന്റെ നാവ്. പരിശുദ്ധ ഖുർആനില് ഉറുമ്പ് സംസാരിച്ചു എന്നുണ്ട്, അതൊരു മനുഷ്യൻ കേട്ടു എന്നുണ്ട്. അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മുഹിയുദ്ദീൻ മാലയിലും അതുപോലെ തന്നെ മറ്റ് ഗ്രന്ഥങ്ങളിലുമുള്ള ജീലാനി തങ്ങളോട് ഒരു കാള സംസാരിച്ചു എന്ന് വിശ്വസിക്കുന്നതിനും ഒരു തടസ്സമില്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ നിങ്ങൾക്ക് വിശ്വാസമല്ലേ? ഞങ്ങൾ മാലയും തള്ളിക്കോളി, നിങ്ങളെല്ലാവരും തള്ളിക്കോളും. അത് തമാശ പറഞ്ഞതല്ല, ഖുർആനിൽ അല്ലാഹ് പഠിപ്പിച്ച കാര്യമാണ്. നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പരിവാരങ്ങളുമായി ഇങ്ങനെ നടന്നു പോകുകയാണ്. അല്ലാഹു പറയുന്നു, ഹത്താ ഇദാ അത്തൗ അലാ വാദിൻ നംലി ഖാലത്ത് നംലത്തു യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദു വഹും ലാ യശ്ഉറൂൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം തൻ്റെ അനുയായികളോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ഒരു താഴ്വരയിലെത്തി, ഉറുമ്പുകൾ ധാരാളം താമസിക്കുന്ന താഴ്വരയാണ്. അവിടെ എത്തിയപ്പോൾ ഉറുമ്പിന്റെ നേതാവ് മറ്റു ഉറുമ്പുകളെ വിളിച്ച് ഓർഡറിടുകയാണ്. യാ അയ്യത്തുഹൻ നംലു ദുഖുലൂ മസാകിനകും, ഓ ഉറുമ്പുകളെ, ഉടനെ മാളത്തിലേക്ക് തിരിച്ചു കയറുക. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. സുലൈമാൻ നബി അലൈഹിസ്സലാമും സൈനികരും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ അകത്തേക്ക് കടന്നിരുന്നോളൂ. മനഃപൂർവ്വം നിങ്ങൾ ആക്രമിക്കുന്നവരല്ല, അറിയാതെ ചവിട്ടിപ്പോവും. പ്രശ്നം അതല്ല. അറിയാതെയാണെങ്കിൽ ഉറുമ്പും കൂട്ടത്തിൽ ചവിട്ടിയാൽ ഉറുമ്പുകൾ പിന്നെ തിരിച്ച് കൂട്ടത്തോടെ ആക്രമിക്കും. അതാരെയായിരിക്കും? അള്ളാന്റെ പ്രവാചകനെയും അവരെ സ്വഹാബിമാരെ. അതൊക്കെ വലിയ അപകട. അപ്പൊ പൊല്ലാപ്പിന് പോകണ്ട, മഹാന്മാരെ മഹത്വം ഉറുമ്പുകൾക്കറിയാലോ. അതറിയാത്തത് പുത്തനാശയക്കാർക്ക് മാത്രമാണല്ലോ. ഉറുമ്പുകൾക്ക് ഈ ബോധമുണ്ട്. അവര് പറഞ്ഞു, വേഗം കുഴപ്പത്തിന് നിൽക്കണ്ട, എല്ലാവരും മാളത്തിലേക്ക് കയറിക്കോ. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ വഖാല റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹു വഅദ്ഖിൽനി ബിറഹ്മതിക
ഫീ ഇബാദിക സ്വാലിഹീൻ ഫസതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ. ഈ ഉറുമ്പിന്റെ സംസാരം കേട്ട് അള്ളാഹുവിന്റെ പ്രവാചകരായ സുലൈമാൻ നബി അലൈഹിസ്സലാം പുഞ്ചിരി തൂകി. അപ്പൊ ഉറുമ്പ് മനുഷ്യരുടെ ഭാഷയിൽ സംസാരിച്ചു. അത് കേട്ട് പ്രവാചകരായ സുലൈമാൻ നബി പുഞ്ചിരിച്ചു. എന്നിട്ട് സുലൈമാൻ നബി അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ, ഇത് വല്ലാത്തൊരു തൗഫീഖാണ്. എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നെ നിഅമത്തുകൾ എത്രയാ, അതിന് നന്ദി ചെയ്യാനുള്ള തൗഫീഖും കൂടെ നീ തന്നെ തരണല്ലാ എന്ന് ആര് ദുആ ചെയ്യാണ്? സുലൈമാൻ നബി അലൈഹിസ്സലാം. ഇത് ഖുർആനിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. ഇത് വിശ്വസിക്കാനുള്ള ഈമാൻ ഉണ്ടോ? ഓൻ എന്താ ഒരു പശു സംസാരിച്ചു, കാള സംസാരിച്ചു എന്നുള്ള വിശ്വസിച്ചൂടെ? അതിന് ഈമാൻ ഉണ്ടാവണം. ഇല്ലാത്തവന് ഇതൊക്കെ തമാശയായിട്ടാ തോന്നുന്നത്, അവർക്ക് ട്രോളാനുള്ള ഉപകരണങ്ങളായിട്ടാ തോന്നുന്നത്. അത് യുക്തിവാദമാണ്. ഇനി കാള തന്നെ സംസാരിച്ചത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. കാള തന്നെ മനുഷ്യനോട് സംസാരിച്ചത് അവിടെ ഉണ്ട്, സ്വഹീഹുൽ ബുഖാരി തന്നെ ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് കാണാം, ബൈനമാ റജുലുൻ യസൂഖു ബിബഖറ. ബനൂ ഇസ്രായേലുകളിൽപ്പെട്ട യാക്കൂബ് നബിയുടെ മക്കളിൽപ്പെട്ട ഒരാൾ ഒരു കാളയെയും തെളിച്ചിങ്ങനെ പോകുകയാണ്. കുറെ നടന്നപ്പം അയാൾ ക്ഷീണിച്ചു. ഉടനെ അയാൾ കാളന്റെ പുറത്ത് കയറിയിരുന്നു. ആ സമയത്ത് കാള ആ മനുഷ്യനോട് പറയുകയാണത്രേ, മാ ഖുലിഖ്നാ ലിഹാദാ, ഓ മനുഷ്യ, ഞങ്ങളെ പടക്കപ്പെട്ടത് പുറത്ത് കയറി യാത്ര പോകാനല്ല. ഇന്നമാ ഖുലിഖ്നാ ലിഹിറാസത്തിൽ അർള്, ഭൂമി ഉഴുതുമറിക്കാനാണ് ഞങ്ങളെ പടക്കപ്പെട്ടത് എന്ന് പറഞ്ഞ ആ തോളില് ലോഡ് എടുക്കാനാണ്. ഉഴുതുമറിക്കുമ്പോ എവിടെ കലപ്പ കെട്ടല് തോളില് ലോഡ്. പുറത്ത് ഞങ്ങൾ ആളെ കയറ്റലില്ല, അതിന് വേറെ ടീമുണ്ട്. അതിനാണ് കുതിര, കഴുത, ഒട്ടകം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ പുറത്ത് ലോഡെടുത്ത് പോകണോല. ഞങ്ങൾ തോളിൽ കയറ്റി കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇറങ്ങണം തോളിന്ന് പുറത്തുനിന്ന്. ആര് പറയാ? കാള പറയാണ്. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. സുബ്ഹാനല്ലാഹ്. ഇത് നബിതങ്ങൾ പറഞ്ഞപ്പം സ്വഹാബാക്കളെ കൂട്ടത്തിൽ അത്ഭുതത്തോടെ അവർ പറഞ്ഞു, നിഷേധിച്ചതല്ല, സമ്മതിച്ചുകൊണ്ട് എന്നെ പറഞ്ഞു, വാ അജബാ ബഖറത്തുൻ തതകല്ലമു ബികലാമിന്നാസ്. ഇതെന്തൊരത്ഭുതമാണ്, മനുഷ്യരുടെ ഭാഷയിൽ ഒരു കാള സംസാരിച്ചു എന്നാണോ നബി അവിടുന്ന് പറയുന്നത്? അവരാശ്ചര്യം പ്രകടിപ്പിച്ചപ്പോൾ മുത്തുനബി പ്രതികരിച്ചു, അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇന്നി ഊമിനു ബിഹി, ഞാൻ തീർച്ചയായും അത് വിശ്വസിക്കുന്നു. അന വ അബൂബക്കരിൻ വ ഉമറു, ഞാൻ മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് അത് വിശ്വസിക്കുന്നു, ഉമറുൽ ഫാറൂഖും അത് വിശ്വസിക്കുന്നു. ബുഖാരിയുടെ റിപ്പോർട്ടിൽ കാണാം, വമാഹുമാ സമ്മാ. ഇത് പറയുന്ന സമയത്ത് ഈ രണ്ട് മഹാന്മാരും ആ സദസ്സിൽ ഉണ്ടായിരുന്നില്ല. സിദ്ദീഖ് തങ്ങളും അവിടെ അല്ല, ഉമർ ഫാറൂഖ് തങ്ങളും ഇല്ല. പക്ഷെ അവരും ഇത് വിശ്വസിക്കുന്ന ആര് പറയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളുടെ മദ്ഹ് പറയുന്ന ബുഖാരിയുടെ അധ്യായത്തിലും ഉമറുൽ ഫാറൂഖ് തങ്ങളെ മദ്ഹ് പറയുന്ന അധ്യായത്തിലും ഈ ഹദീസ് ആവർത്തിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ ഈമാനത അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, റസൂലിൽ വിശ്വസിക്കുന്നവരാ. അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നിടത്ത് പിന്നെ യുക്തിവാദം അതിന് പ്രസക്തിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട്, അമ്പിയാക്കളോട് എല്ലാം സംസാരിക്കും. ഇന്നിപ്പം അതിനൊക്കെ നാവെങ്കിലും ഉണ്ടല്ലോ ആ സാധനം. ഇപ്പം ഈ സംസാരിക്കണ സാധനമൊക്കെ എന്താ? അതൊക്കെ ഇപ്പം എന്താ? നിനക്ക് നാവുണ്ട് അല്ലേ? എന്തൊക്കെ പറയേണ്ടത്? എന്തെല്ലാം സംസാരിക്കണ കാല. ഇന്നൊക്കെ ഇത് നിഷേധിക്കാൻ ആർക്കെങ്കിലും കഴിയോ? മനുഷ്യൻ തന്നെ ആവണമെന്നുണ്ടോ സംസാരിക്കാൻ? അപ്പോ മഹാന്മാർക്ക് മാർഗദർശനം നൽകുന്നതിന് അള്ളാഹു കൊടുക്കുന്ന ഓരോ സബബ. മുത്തുനബി തങ്ങളെ സദസ്സിൽ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അറിയാം. ഒരിക്കൽ നബിയും സഹാബത്തും ഇങ്ങനെ മദീനയിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സദസ്സിലേക്ക് ഗ്രാമീണനായ ഒരാട്ടിടയൻ ഓടിക്കയറി വന്നു. അയാൾ ഇങ്ങനെ ഗദ്ഗദത്തോടെ നിൽക്കുക. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, എന്താ വിശേഷം പറയാന്ന് പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ പറയാണ്, ഞാൻ മദീനയുടെ പ്രാന്തപ്രദേശത്ത് ആടിനെ മേക്കുന്ന ഒരു ഇടയനാണ്.
ഞാൻ ആടുകളെങ്ങനെ മേച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് ഒരു ചെന്നായ വന്ന് എൻ്റെ ആട്ടും കൂട്ടത്തിൽ നിന്ന് ഒരാട്ടും കുഞ്ഞിനെ പിടിച്ച് കടന്നു കളഞ്ഞു. എനിക്ക് സഹിക്കാൻ പറ്റില്ല, സങ്കടമായി. ഞാൻ ആടുകളെയൊക്കെ ഒരു സൈഡിൽ ഒരുമിച്ച് കൂട്ടി ഒരു വടിയെടുത്തിട്ട് അതിനെ തെരഞ്ഞുപോയി. കുറെ അങ്ങ് ചെന്ന് നോക്കുമ്പോൾ ഒരു കുന്നിൻ്റെ നെറുകിലിരുന്ന് എൻ്റെ ആട്ടും കുഞ്ഞിൻ്റെ പാതി ആ ചെന്നായ തിന്നു കഴിഞ്ഞിട്ടുണ്ട്. അരിശം കൊണ്ട് ഞാൻ ആ ചെന്നായയുടെ കയ്യിലുള്ള ബാക്കിയുള്ള ആടിൻ്റെ അവശിഷ്ടങ്ങളെ ഞാൻ പിടിച്ചു പറിച്ചു വാങ്ങി. ഉടനെ തന്നെ ആ ചെന്നായ മറ്റൊരു കുന്നിൻ്റെ മുകളിലേക്ക് ചാടിക്കയറി എന്നെക്കൊള്ള തിരിഞ്ഞിട്ടൊരൊറ്റ ചോദ്യമാണ്, അതൻസിഉ മിന്നീ സാഖൻ റിസ്ഖനി അല്ലാഹ്. ഓ മനുഷ്യ, പടച്ച തമ്പുരാൻ എനിക്ക് തന്ന ഒരു ഭക്ഷണം എൻ്റെ വായിൽ നിന്ന് നീ പിടിച്ചു പറിക്കുകയാണോ? ചെന്നായക്ക് നമ്മളെ ഹുക്കുമല്ല, പരുന്തിന് നമ്മളെ ഹുക്കുമല്ലേ. നമ്മൾ പോറ്റണ കോഴിക്കുഞ്ഞുങ്ങളെ പരുന്ത് പിടിച്ചുകൊണ്ടുപോകും. അത് കൊണ്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വല കെട്ടിയിട്ടോ കൂട്ടിലാക്കിയിട്ടോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവർ പിടിച്ചു കൊണ്ടുപോയി തിന്നാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ പിടിച്ചെറിച്ച് വാങ്ങാനൊന്നും പറ്റുമല്ലോ. നമ്മളും അങ്ങനെ പലതിനും പിടിച്ചുകൊണ്ടുവരുന്നുണ്ട്. നമ്മളിപ്പോൾ കടലിൽ പോയി പിടിച്ചുകൊണ്ടുവരുന്ന പല മത്സ്യങ്ങളും അതിൻ്റെ തള്ളിയും തന്തിയൊന്നും ഇത് ചിലപ്പോൾ പെട്ടിട്ടുണ്ടാവില്ല വലയിൽ. മക്കളെ പിടിച്ച് നമ്മൾ പോന്നിട്ടുണ്ടാവും. കുഞ്ഞമ്മത്തിനെ പിടിച്ച് പോന്നാണ്, വലിയ മത്തി കുടുങ്ങിയിട്ടില്ല. അപ്പം അതിൻ്റെ തള്ളക്കും തന്തക്കും ഒക്കെ സങ്കടമുണ്ട്, എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ടായത് എന്ന്. പക്ഷേ അതിന് നമ്മളാരും അനീതി എന്ന് പറയില്ലല്ലോ. അപ്പം അവർക്കും അല്ലാഹു തആല കണക്കാക്കിയ ഭക്ഷണമാണത്. അത് തിന്നാൻ തുടങ്ങിയാൽ പിന്നെ അത് പിടിച്ചെറിച്ച് വാങ്ങാൻ നമുക്ക് പറ്റൂല. ഈ മനുഷ്യനോട് ചെന്നായ ഈ സംഗതി ചോദിച്ചപ്പോൾ ഇയാൾ അത്ഭുതത്തോടെ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു, വാഅജബാ കൽബുൻ യതകല്ലമു ബികലാമിന്നാസ്. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഒരു നായ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിക്കുകയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുമ്പിൽ വന്ന് ഈ ഇടയൻ പറയാണ്, ഞാനിത് ചോദിച്ച ഉടനെ ചെന്നായ വീണ്ടും സംസാരിച്ചു, മനുഷ്യ, ഞാൻ നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നു എന്നതൊന്നും ഒരത്ഭുതമല്ല. യഥാർത്ഥ അത്ഭുതം നിനക്ക് കാണണമെങ്കിൽ യസ്രിബിലേക്ക് ചെല്ലുക. മദീനയുടെ പഴയ പേരാണ് യസ്രിബ്. അവിടെ അതാ കാരക്കത്തോട്ടങ്ങൾക്കിടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന നേതാവ് ലോകത്ത് ഇന്നുവരെ കഴിഞ്ഞുപോയ കാര്യങ്ങളും ഇനി ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. അതാണ് വലിയ അത്ഭുതം. ഇത് ചെന്നായ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആടുകളെയൊക്കെ ഒരു ഭാഗത്താക്കി ഇവിടേക്ക് വന്നതാണ്. അവിടെ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരികയാണ്. അല്ലാഹു തആല മാർഗദർശനം നൽകൽ അങ്ങനെയാണ്. ഓരോരുത്തരും അള്ളാനെ അറിയാൻ അവർ പരിശ്രമിക്കുന്നതിൻ്റെ അളവനുസരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം അള്ളാഹു കാണിച്ചു കൊടുക്കും. അതിനുവേണ്ടിയുള്ള മുജാഹദ നടത്തുന്നവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അങ്ങനെ പടച്ചവനെ കുറിച്ചുള്ള ഒരു യഖീൻ, ഉറപ്പ് അവരെ മനസ്സിലുണ്ടാകുകയും അങ്ങനെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചു ജീവിക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരാവുകയും ചെയ്യും. അവരെ അനക്കവും മടക്കവും അവരെ ഊണും ഉറക്കവും എല്ലാം പടച്ചവന്റെ പൊരുത്തത്തിലാക്കാൻ അവർ പരിശ്രമിക്കും. കാരണം അള്ളാഹുവിലുള്ള അത്രയും കഠിനമായ വിശ്വാസം അവരെ നന്മക്ക് പ്രേരിപ്പിക്കും, തിന്മയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കും. അവർ വിശ്വസിക്കുന്ന അള്ളാഹു ആരാണ്? യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. നമ്മുടെ കണ്ണുകൊണ്ട് ആരും കാണാതെ നാം നോക്കുന്ന കള്ളനോട്ടങ്ങൾ മുതൽ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെ വരെ സവിസ്തരം അറിയുന്നവനാണ് അല്ലാഹ്. ഈ ഒരു വിശ്വാസ തലത്തിലേക്ക് അവർ ഉയരുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിന്റെ രക്ഷിതാവ് നിന്നെ പതിയിരുന്ന് നിരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാതെ അള്ളാഹു നമ്മളെ നിരീക്ഷിക്കും. രഹസ്യ ക്യാമറ പോലെയാണ്. അതുണ്ട് എന്ന് കേട്ടാൽ എല്ലാവർക്കും പേടിയാണല്ലോ അല്ലേ? 5 കിലോമീറ്റർ അപ്പുറത്ത് ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തന്നെ വണ്ടി സ്ലോ ആക്കി ബെൽറ്റൊക്കെ ഇട്ട് ഇനി മറ്റേ കയ്യിൽ പിടിച്ച ആ തൊപ്പിയെടുത്ത് തലയിലൊക്കെ ഇട്ട് നമ്മൾ ജാഗ്രത കാണിക്കലില്ലേ? എന്നാൽ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു പോലീസും വേണ്ട, ഒരു ക്യാമറയും വേണ്ട, ഒരു കോടതിനും പേടിക്കണ്ട. പടച്ചോണ്ട് എന്ന് വിശ്വാസമുള്ള മനുഷ്യന്
എവിടെയും നന്നായി ജീവിക്കാനേ പറ്റൂ. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയർന്നവരുടെ പേരാണ് വലിയ, അല്ലാതെ പോഴത്തക്കാരെ പേരല്ല വലിയ. ഇന്നലില്ലാഹി ഇബാദൻ ഫൂത്തനാ ത്വല്ലഖുദ്ദുനിയാ വഖാഫുൽ ഫീതനാ. ഇമാം നബവി റളിയല്ലാഹു അൻഹു റിയാദുസ് സ്വാലിഹീന്റെ തുടക്കത്തിൽ കൊടുത്തൊരു പദ്യമാണ്. അല്ലാഹുവിന് ബുദ്ധിമാന്മാരായ അടിമകളുണ്ട്. ആ അടിമകളാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. ഹുവൽ ആരിഫു ബില്ലാഹി ഹസ്ബ മാ യുംകിൻ. സാധ്യമാകും വിധം അല്ലാഹുവിനെ പഠിച്ചു മനസ്സിലാക്കിയവരാണ്. അതാണ് വിലായത്തിന്റെ മർത്തബയിലേക്ക് ഒരാൾക്ക് കയറിപ്പോകാനുള്ള ആദ്യത്തെ കവാടം എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാഹുവിനെ അറിഞ്ഞ് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഗുണം എന്താ? അൽ മുവാളിബു അല ത്വആത്ത്. ഇബാദത്തിൽ വ്യാപൃതരാകുന്നവരാണ്. പടച്ചോനെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് അള്ളാന്റെ ഔലിയാക്കന്മാരെ ബാഹ്യമായ അടയാളം. മറ്റത് അവരെ മഅരിഫത്ത് ഉള്ളിൽ നമുക്ക് നോക്കിയാൽ കാണണല്ല. നമുക്ക് നോക്കിയാൽ കാണുന്ന അടയാളം ഏതാ? അതുപോലെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ടോന്ന്. അല്ലാതെ നിസ്കരിക്കാത്തവനാണെങ്കിൽ ഓനാണ് വലിയ, അല്ലേ? ജുമാക്ക് പോകാത്തവൻ ഔലിയ, ജമാഅത്തിൽ പങ്കെടുക്കാത്തവൻ വലിയ, റമളാനിൽ നോമ്പെടുക്കാത്തവൻ, കയ്യിൽ സ്വർണമോതിരം ധരിക്കുന്നവൻ, ഒന്നിലേറെ വെള്ളിമോതിരം ധരിക്കുന്നവൻ, ഇതൊന്നുമല്ല വലിയന്റെ അടയാളം. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ എത്ര പരിപൂർണമായി പാലിക്കുന്നുവോ അതിനനുസരിച്ചാണ് ഔലിയാക്കന്മാരെ ഗ്രേഡ് വർദ്ധിക്കുക. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതീഹ്. അള്ളാഹ് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിക്കേണ്ട മുറപ്രകാരം പാലിക്കുക. അവരാണ് ഔലിയാക്കന്മാർ. അതിൽ ഓരോരുത്തരുടെയും അവസ്ഥ വ്യത്യാസമാണ്. ഓരോരുത്തരുടെ തൗഫീഖിനനുസരിച്ച് അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ വ്യത്യാസമുണ്ടാവും. അതിനനുസരിച്ച് അവരുടെ പദവികളിലും ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി മഅരിഫത്ത് സ്വായത്തമാക്കിയതിന് ശേഷം അള്ളാഹുവിന്റെ നിയമമനുസരിച്ച് ജീവിക്കലാണ്. നിയമം ലംഘിച്ച് ജീവിച്ച് കുറുക്കുവയ്ക്ക് പടച്ചോന്റെ അടുത്തെത്താന്നുള്ള ആ തരികിടക്കൊന്നും ആരും നിൽക്കണ്ട. നിസ്കാരമൊന്നും വേണ്ട. പിന്നെന്ത് ചെയ്താൽ കിണറിൽ ഇറങ്ങി കുത്തിരിക്കുക, അല്ലെ പനന്റെ മുകളിൽ കയറി കുത്തിരിക്കുക, എന്നിട്ട് ബേ അള്ളാഹിന്റെ അടുത്ത് കടത്തും. അങ്ങനെ ഒരു കുറുക്കു വഴിയൊന്നുമില്ല. ഇബാദത്താണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി. നോക്കൂ നിങ്ങൾ, സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഖുദ്സിയായ ഹദീസാണ്. എന്ന് പറഞ്ഞാൽ പടച്ചവൻ പറഞ്ഞ കാര്യമാണ്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറൽതു അലൈഹി. വമാ തഖറബ ഇലയ്യ അബ്ദി, ഒരടിമയും എന്നിലേക്ക് അടുത്തിട്ടില്ല, ബിശൈഇൻ ഒന്നുകൊണ്ടും, അഹബ്ബ ഇലയ്യ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ, മിമ്മ ഫ്തറൽതു അലൈഹി ഞാൻ അവന്റെ മേൽ ഫർലാക്കിയ കാര്യം കൊണ്ട് അടുത്തതുപോലെ വേറെ ഒന്നുകൊണ്ടും എന്നിലേക്ക് അടുക്കാൻ പറ്റൂല. അപ്പൊ ഫർളുകൾ ആദ്യം പൂർണ്ണമായിട്ടും ചെയ്യണം. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി അതാണ്. നിസ്കാരത്തിൽ പങ്കെടുക്കാതെ, നോമ്പെടുക്കാതെ, ഹജ്ജ് നിർബന്ധമായിട്ട് അത് ചെയ്യാതെ, സക്കാത്ത് നിർബന്ധമായിട്ട് അത് കൊടുക്കാതെ, ഫർളുകളൊന്നും ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു ഓനെങ്ങനെ പടച്ചോന്റെ അടുത്ത് അടുക്കുക? ഇതാണ് റൂട്ട്. ഫർളായ കാര്യങ്ങൾ ചെയ്തിട്ടാണ് എന്നിലേക്ക് അടുക്കുക. അതാണ് മിനിമം റൂട്ട്. അതില്ലാതെ വേറെ കുറുക്കു വഴിയില്ല. ഫർളെടുക്കാതെ സുന്നത്തെടുത്തിട്ട് കാര്യമില്ല. നിസ്കാരമാകുന്ന ദിക്റ് അല്ലാതെ, നിസ്കാരം ഏറ്റവും വലിയ ദിക്റ്. അഖിമിസ്സലാത്ത ലിദിക്രി, ഖുർആൻ പറഞ്ഞില്ലേ, എന്നെ സ്മരിക്കാൻ, എന്നെ ഓർക്കാൻ, എന്നെ ദിക്റാക്കാൻ നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. ആ നിസ്കാരമാണ് ഏറ്റവും വലിയ ദിക്റ്. ആ ദിക്റ് ചെയ്യാതെ വേറെ ആരോ പറഞ്ഞു കൊടുത്ത എന്തോ ഒരു ദിക്റ് ചൊല്ലി ഞാൻ അള്ളാഹിലേക്ക് അടുക്കുന്നു എന്ന് കരുതണ്ട. അള്ളാഹു നിർബന്ധമാക്കിയ ദിക്റ് അത് ചൊല്ലണം. അതാണ് നിസ്കാരം. അത് നിർവഹിക്കാത്തവന് പടച്ചവനിലേക്ക് എത്താൻ പറ്റൂല. അങ്ങനെ ഫർളായ ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക ആദ്യം. ഇനി കൂടുതൽ അടുപ്പം കിട്ടാൻ അള്ളാഹ് തന്നെ പറയുന്നു, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ, പിന്നെ എൻ്റെ അടിമ
എന്നിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തവനാകും. എപ്പോൾ? ബിന്നവാഫിലി, ഐച്ഛികമായ സുന്നത്തായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്. അങ്ങനെ അടുത്തടുത്ത് ഹത്താ ഉഹിബ്ബുഹു, ഞാൻ അവനെ പ്രിയം വെക്കുന്നത് വരെ. ഫഇദാ അഹബ്ബതുഹു, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുന്തു സംഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യുബ്സിറു ബിഹി വയദഹുല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹുല്ലതീ യംശി ബിഹാ. പിന്നെ അവൻ എൻ്റെ ഇഷ്ടാനുസരണം ജീവിക്കുന്നവനാകും, എൻ്റെ താല്പര്യം മാനിച്ച് ജീവിക്കുന്നവനാവും. ഈ പറഞ്ഞതിൻ്റെ ഒരാശയാണ്. അതല്ല അവൻ്റെ അവയവങ്ങൾ കൊണ്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ നിയന്ത്രണത്തിലും എൻ്റെ മേൽനോട്ടത്തിലും എൻ്റെ പൊരുത്തത്തിലുമുള്ള കാര്യങ്ങളാവും. അപ്പൊ ഞാൻ അവനിലൂടെ പ്രകടിപ്പിക്കുന്ന അത്ഭുത സിദ്ധികളും കറാമത്തുകളും അവനിൽ നിന്ന് വെളിവാകും. ആ രീതിയിലുള്ള പദവിയിലേക്ക് എത്താനുള്ള വഴി ഫർളും സുന്നത്തുമായ ഇബാദത്തുകൾ ചെയ്യലാണ്. അതുകൊണ്ടാണ് സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുല്ലാഹ് എന്തു പറഞ്ഞത്? വലി എന്ന് പറഞ്ഞാൽ അൽ മുവാളിബു അല ത്വആത്ത്, ത്വഅത്തിന്റെ മേൽ നിലകൊള്ളുന്നവരാണ്. ഏറ്റവും വലിയ വലിയാരാണ്? അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളാണ്. അമ്പിയാന്റെ നബി എന്ന പദവിയുണ്ട്. ആ പദവിന്റെ മേലെ ഉള്ള പദവിയാണ് റസൂല്. എല്ലാ റസൂലും നബിയാണ്. എല്ലാ നബി ആരല്ല? റസൂലല്ല. എല്ലാ നബിമാരുടെയും താഴെയുള്ള പദവിയാണ് വലിയ. അതുകൊണ്ട് തന്നെ സർവ്വ നബിമാരും വലിയാണ്. എല്ലാ വലിയും നബിയല്ല. അപ്പൊ എല്ലാ പ്രവാചകന്മാരും അള്ളാഹിന്റെ ഔലിയാക്കളാണ്. അള്ളാഹിന്റെ ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളോട് തന്നെ അള്ളാഹ് നിർദ്ദേശിച്ചതെന്താ? വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. തർക്കമില്ലാത്ത, എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാകുന്ന മരണം വരുന്നത് വരെ അവിടെ നിന്ന് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം നബിയേ. അതുകൊണ്ട് തന്നെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ ദിവസത്തിലെ സുബഹി വരെ നിസ്കരിച്ചിട്ടുണ്ട്. ളുഹന്റെ സമയത്താണ് അവിടുന്ന് വഫാത്താകുന്നത്. അന്നത്തെ സുബഹി അടക്കം നിസ്കരിച്ചിട്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അപ്പൊ നിസ്കരിക്കാതിരിക്കുക എന്നതൊന്നും വിലായത്തിന്റെ അടയാളം അല്ല. ഇബാദത്ത് ചെയ്യാൽ മുവാളിബു അല ത്വആത്ത്, ത്വആത്തിൽ വ്യാപൃതരായി നിലകൊള്ളുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവരെ ഇബാദത്ത് കൂടുകയാണ്, കുറയുകയല്ല. നോക്കൂ നിങ്ങൾ, ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു വലിയ ആബിദല്ലേ. അവരൊക്കെ നമ്മളൊക്കെ ഒരു ഖത്തം തീർക്കൽ എപ്പോഴാ? റമളാനിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു ഖത്തം തീർക്കും അല്ലേ? അതിന് തുടങ്ങിയ ആവേശം പിന്നെ ഉണ്ടായില്ല. അൽബക്കറ തന്നെ തീരാതെ പോയവരേക്കും അധികം ആൾക്കാരും. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി അങ്ങനെയല്ല. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തും തീർത്തോവർ, ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തോവർ. ഒരൊറ്റ നൃത്തത്തിൽ ഒരു ഖത്തുമാട് തീർക്കുകയാണ്. സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരുപാട് ആളുണ്ടായിട്ടുണ്ട്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരൊറ്റ നിസ്കാരത്തിൽ ഖുർആൻ ഖത്തം തീർത്ത ആളാണ്. അതുപോലത്തെ വേറെ മഹാന്മാർ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ വിലായത്തിന്റെ മർത്തബയിലെത്തിയത് ഇബാദത്ത് വർദ്ധിപ്പിച്ചിട്ടാണ്, അല്ലാതെ കുറുക്കുവയ്ക്ക് ചാടിക്കടന്നതല്ല. ഇബാദത്താണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാധ്യമം. ആ റൂട്ടിലൂടെയാണ് അവരൊക്കെ സഞ്ചരിച്ചു പോയിട്ടുള്ളത്. എല്ലാ മഹാന്മാരും അങ്ങനെയാണ്. മഹാനായ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുബ്ഹാനല്ലാഹ് സ്വല്ലൈതു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്തൽ ലൈല. ഒരു രാത്രിയിൽ ഞാൻ മുത്തുനബി തങ്ങളുടെ കൂടെ തഹജ്ജുദ് നിസ്കാരത്തിൽ പങ്കെടുത്തു. നബി തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ അതിന്റെ വേക്ക് കൂടി. അങ്ങനെ നബി തങ്ങൾ ഫാത്തിഹ ഓതിയതിന് ശേഷം അൽബക്കറ തുടങ്ങി. അപ്പൊ ഞാൻ കരുതി ഒരു 10 ആയത്തോ ഒക്കെ കഴിഞ്ഞാൽ റുക്കൂ പോകുന്ന വിചാരിച്ചത്. അവിടുന്ന് വിട്ടു. ഒരു 100 ആയാൽ പോയേക്കെന്ന് കരുതി, അവിടുന്ന് വിട്ടു.
എന്നാ പിന്നെ അൽബക്കർ കഴിഞ്ഞാൽ നിർത്തുമെന്ന് വിചാരിച്ച് 200 ആയത്ത് 200ൻ്റെ അപ്പുറായത്തുണ്ട്. അവിടെയും സ്റ്റോപ്പായില്ല. അത് കഴിഞ്ഞ് ആലിമ്രാനാട് തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം രാത്രിയുടെ 2/3 ഭാഗം വരെ നിന്ന് നിസ്കരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറിൻ്റെ 2/3 എന്ന് പറഞ്ഞാൽ എത്ര? 8 മണിക്കൂർ നീണ്ട നിസ്കാരം. ലലംതു സുന്നതമൻ അഹിയല്ലലാമ ഇലാ അനിസ്തഖത് ഖദമാഹു ദുർറ മിൻ വറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിന്റെ രീതി ഇങ്ങനെ. ആയിഷ ബീവിക്ക് സങ്കടായി. 8 മണിക്കൂറൊക്കെ തുടരെ കുത്തനെ നിന്നാലേ കാലുമ്മൽ ഇങ്ങോട്ട് നീരിറങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിങ്ങനെ നീര് വന്ന് വീർത്തപ്പം ചോദിച്ചു, നബിയെ, എല്ലാ ദോഷവും അല്ലാഹു തആല പുറത്തു തന്ന ഒരാളല്ലേ, നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടണോ? അപ്പം മുത്തുനബി തിരിച്ചു പറഞ്ഞത്, അഫലാ അകൂനു അബ്ദൻ ശകൂറാ. ആയിഷ, പടച്ചോനോട് നന്ദിയുള്ള അടിമയാകണ്ടേ ഞാൻ. ആ നന്ദി പ്രകാശിപ്പിക്കാനാണ് ഞാൻ ഇങ്ങനെ നിസ്കരിക്കുന്നത്. ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ വലിയന്റെ മാതൃക. രാത്രിയിലുടനീളം നിന്ന് നിസ്കരിക്കുകയാണ്. അതുപോലെ തന്നെ മഹാന്മാര് ഇബാദത്ത്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തവരാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ശറഇന്റെ നിയമം അനുസരിച്ച് നിസ്കരിക്കാൻ ഒളു വേണം, അല്ലേ? അതുപോലെ തവാഫ് ചെയ്യാൻ ഒളു വേണം, ഖുർആൻ തൊടാൻ ഒളു വേണം. ഇങ്ങനൊക്കെ ചില സംഗതികൾക്ക് ഒളുണ്ടായാൽ മതി. എന്നാൽ എല്ലാ സമയത്തും ഒളു എടുക്കുക എന്ന് പറഞ്ഞാലോ, അതും മതം കൽപ്പിച്ചിട്ടുണ്ട്. സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യലാണ് നല്ലത്. എപ്പോഴും ശുദ്ധി ഉണ്ടായിരിക്കും. അള്ളാഹിന്റെ ഔലിയാക്കന്മാരെ അതാ നോക്കുക. അവര് പരമാവധി ശരീഅത്തിന്റെ നിയമം പാലിക്കാൻ എപ്പോഴും ശുദ്ധിയോടുകൂടെ നിൽക്കും. അങ്ങനെ ഒളു മുറിയാതെ നടക്കുന്ന ശീലം വന്നപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളെ പരീക്ഷിക്കുകയാണ്. അങ്ങനെയാണല്ലോ പടച്ചവന്റെ രീതി. മാങ്ങയുള്ള മാവിലേക്കാണ് കല്ലേറുണ്ടാകുക. മാങ്ങല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കൂല. അതുകൊണ്ടാ മുത്തുനബി പറഞ്ഞത്, അശദ്ദുൽ ബലായി, ഏറ്റവും വലിയ പരീക്ഷണം വരിക അൽ അംബിയാഉ സുമ്മൽ അംസലു ഫൽ അംസലു. പടച്ചോന്റെ ഏറ്റവും കഠിനമായ പരീക്ഷണം ഉണ്ടായാൽ അമ്പിയാക്കൾക്കാണ്. പിന്നെ അവരെ പോലെ ജീവിക്കുന്ന ആൾക്കാരോ, അവർക്കാണ് അള്ളാന്റെ പരീക്ഷണം ഉണ്ടായത്. കണ്ടില്ലേ, ചില ആലിമീങ്ങളൊക്കെ ആൾക്കാരിങ്ങനെ കൊത്തി വലിക്കുന്നുണ്ടാവും. അള്ളാന്റെ പരീക്ഷണ ആ സമയത്തൊക്കെ അവർ പിടിച്ചു നിൽക്കുന്നുണ്ടോ? എല്ലേതൊക്കെ ഇട്ടെറിഞ്ഞ് പോവുകയാണോ? ഇനി ആവൂല, എന്തിനാ ഞാൻ ഈ വിമർശനം ഏൽക്കണമെന്ന് കരുതി വലിച്ചെറിഞ്ഞ് പോവാണോ? ദീന് നിലനിർത്താൻ അവർ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ എന്ന് പരീക്ഷിക്കും അല്ലാഹു തആല. ആ പരീക്ഷണത്തിൽ അതിജയിക്കണം. ശൈഖ് ജീലാനി റളിയല്ലാഹു കൊടും തണുപ്പുള്ള ഒരു രാത്രി ഈജിപ്തില് ഒരു നൈൽ നദിയുടെ തീരത്ത് ഒരു കൊട്ടാരത്തിൽ അതിഥിയായി കഴിയാം. ഔലിയാക്കന്മാർ ചിലപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എത്തും. വലിയ കൊട്ടാരത്തിനും മുതലാളിമാരെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും ഓല് വലിയ സുഖിക്കാം. അതൊക്കെ വിമർശനത്തിന് കാരണം കേട്ടോ. ഓലൊക്കെ വലിയ വലിയ ആൾക്കാരെ പൊരേലാ പോയി കൂടണമെന്നൊക്കെ പറയും. ശൈഖ് ജീലാനി റളിയല്ലാഹുവിന് അവിടെ പോയിട്ട് എന്താ ഏർപ്പാട് അറിയോ? അവിടുന്ന് ദിക്റിലാണ്, ഇരുന്ന് ദിക്ർ ചൊല്ലുന്നു രാത്രി. പക്ഷേ അതിൻ്റെ ഇടക്ക് ഉറങ്ങിപ്പോകുന്നു. ഉറക്കം വരുന്ന സമയത്തതാ സ്വപ്നസ്ഖലനമുണ്ടാകുന്നു. ഉടനെ തന്നെ ഞെട്ടി എഴുന്നേറ്റ്, എപ്പോഴും ശുദ്ധിയിൽ നിൽക്കുന്ന ആളാണല്ലോ, ഇരുന്നാണ് ഉറങ്ങുന്നത്, കിടന്നു ഉറങ്ങാറില്ല. മഹാനവറുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ശിഷ്യന്മാര് 40 കൊല്ലക്കാലം ഖിദ്മത്തെടുത്ത അവിടുത്തെ ഒരു ശിഷ്യൻ പറയുന്നത്, അതാ 40 കൊല്ലത്തിൻ്റെ ഇടക്ക് സുബഹി നിസ്കരിച്ചത് ഇശാ നിസ്കരിച്ച അതേ ഒലുകൊണ്ടായിരുന്നു. സുബഹി നിസ്കരിച്ച അതേ ഒലുകൊണ്ട്, ഇശാ നിസ്കരിച്ച അതേ ഒലുകൊണ്ട് സുബഹി നിസ്കരിക്കണം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? കിടന്നുറങ്ങിയിട്ടില്ല. ഇരുന്ന് ഇരിപ്പിടെ ഉറപ്പിച്ചിരുന്ന് ഉറങ്ങിയ ഒലു മുറിയിൽ ചിലപ്പോൾ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്താണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം. സ്വപ്നസ്ഖലനമുണ്ടായി, ഞെട്ടി ഉണർന്നു. ഐസും കട്ടയെ വെല്ലുന്ന തണുപ്പാണ് നൈൽ നദിയുടെ വെള്ളത്തിന്.
മഹാനവരുകൾ അത് വില വെച്ചില്ല. ഉടനെ പോയി കുളിക്കുന്നു, തിരിച്ചു വന്ന് ദിക്റിൽ ഏർപ്പെടുന്നു, ഉറക്കം വരുന്നു, വീണ്ടും സ്വപ്നസ്ഖലനമുണ്ടാകുന്നു, എഴുന്നേറ്റ് പോയി കുളിച്ചു വരുന്നു. പടച്ച റബ്ബ് ഒരൊറ്റ രാത്രി പരീക്ഷിച്ചത് 40 തവണയാണ്. 40 വട്ടം ജനാപത്തുണ്ടായാര് 40 വട്ടം ഒരൂരാ കുളിച്ചോവർ. നമ്മളെയൊക്കെ അവസ്ഥ എന്താണ്? സുബഹി നിസ്കരിക്കൽ നിർബന്ധമാണല്ലോ, പക്ഷേ തണുപ്പുണ്ട് എന്ന് പറഞ്ഞ് ആ സുബഹി ഖളാ ആകുന്നതിൻ്റെ മുമ്പ് പോലും ഒന്ന് എഴുന്നേറ്റ് നിസ്കരിച്ച് ശുദ്ധി വരുത്താൻ ഈമാനിക ശക്തി നമുക്കില്ലല്ലോ. അള്ളാഹു മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തി തരട്ടെ. അവരുടെ ഇബാദത്ത് അങ്ങനെയാണ്. മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ലാ യദൂമു അല ത്വഹാറത്തി ഇല്ലൽ മുഅ്മിനുൽ കാമിൽ. പരിപൂർണമായ ശുദ്ധിയോടെ നിലകൊള്ളാൻ പൂർണ്ണ വിശ്വാസിക്കല്ലാതെ സാധിക്കൂല. എപ്പോഴും ശുദ്ധിയിൽ നിൽക്കാൻ ആർക്കേ കഴിയുള്ളൂ? പരിപൂർണ ഈമാനുള്ളവനെ പറ്റുള്ളൂ. ജീലാനി തങ്ങൾ അള്ള പരിശോധിച്ചത് അതുണ്ടോന്ന്, തങ്ങളത് വിജയിച്ചു. പക്ഷേ ജീലാനി തങ്ങൾ പറഞ്ഞു, ഇനി 41ാമതൊരു തവണ കൂടി അള്ളാഹു എന്നെ പരീക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോവുമായിരുന്നു. കാരണം 40 വട്ടം പോയി കൂടി ശരീരം മരവിച്ചു പോകും. പക്ഷെ അള്ളാഹു തആല കാത്തു. അപ്പൊ ഇങ്ങനെ സൂക്ഷ്മ ജീവിതം നയിക്കുന്ന ശരീഅത്തിന്റെ നിയമങ്ങളെ അത്രമേൽ പരിഗണിച്ചു പോകുന്നവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ബുദ്ധി നേരെ നിൽക്കുന്ന കാലത്താണ് ശരീഅത്തിന്റെ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാകുക. ഒരാൾ നല്ല മുസ്ലിമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, 40 വയസ്സായി അല്ലെ 50 വയസ്സായി, അതിരെ മുസ്ലിമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഭ്രാന്തായി നോക്കുക. ഭ്രാന്തായി പോയാൽ അയാൾക്ക് പിന്നെ എന്ത് ബാധകല്ല? അയാൾ ആളാര് തന്നെയാണ്, മുസ്ലിം തന്നെയാണ്. അയാൾക്ക് ശരീഅത്തിന്റെ നിയമം ബാധകല്ല. തക്ലീഫ് ഉണ്ടാകണമെങ്കിൽ, നിയമം ബാധകമാകണമെങ്കിൽ ബുദ്ധി നേരെ നിൽക്കണം. നമ്മളെല്ലാ കിതാബിലും പറയുന്ന കാര്യമാണ്. മുസ്ലിം ആകണം, ബുദ്ധിയുള്ളവനാകണം, പ്രായപൂർത്തിയെത്തണം. ഈ 3 നിബന്ധന ഉള്ളവർക്കാണ് അള്ളാഹുവിൻ്റെ നിയമം ബാധകമാകുക.